തേങ്ങ ചേർക്കാൻ ഇവിടെ ഇന്നലെ തൊട്ട് മഴയാണ് കേട്ടോ. ഇന്നലെ പിടിച്ച മഴയാണ് രാത്രി. ഇപ്പോഴും ഒറ്റി നിൽക്കണം. നല്ല മഴ പെയ്തു. എല്ലായിടത്തും മഴ ഉണ്ടാവുമല്ലേ? അടുപ്പ് പോലും കത്തണല്ലോ മഴയത്ത്. ഒക്കെ തണുത്തു. മഴക്കാലം ആകാനായില്ല. ഇടവപ്പാതി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് കയ്പ്പയ്ക്കയും കൊണ്ടാണ് കേട്ടോ. കയ്പ്പയ്ക്ക വെച്ചിട്ടൊരു സിമ്പിളായൊരു കറിയാണ്. ഈ രീതിയിൽ വെച്ചാൽ കഴിക്കില്ല കേട്ടോ. കഴിക്കാത്തവരും കഴിക്കും. അപ്പോൾ അതെങ്ങനെ വെക്കാൻ നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. രാത്രി പിടിച്ച മഴ നേരം വെളുക്കുന്നവരുണ്ടായിരുന്നു. ഒരു കുറവില്ലാണ്ട് മഞ്ഞപ്പൊടിയിട്ട് കഴുകാൻ ഇതിൽ മഞ്ഞ കളറുണ്ട്. നന്നായി കഴുകിയതാണ് കേട്ടോ. നമുക്ക് കയ്പ്പയ്ക്ക കറി വയ്ക്കാം. കുറച്ച് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് മതി, ചൂടാവട്ടെ. എണ്ണ ചൂടായി. ഇതിലേക്ക് ഒരു സവാള കേട്ടോ, നല്ല പൊടിയായി അരിഞ്ഞത്. ഒരു 2 പച്ചമുളക്. സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരട്ടെ. ഉള്ളിയൊക്കെ വാടി വന്നു കേട്ടോ. ഇതിലേക്ക് 2 കയ്പ്പയ്ക്ക നൈസായി അരിഞ്ഞതാണ്. വേഗം വഴങ്ങി വരാനാണ് ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ കഴിക്കില്ല. നന്നായി ഒന്ന് വാട്ടിയെടുക്കട്ടെ നമ്മുടെ കയ്പ്പയ്ക്ക. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാ. പൊടികളൊന്ന് മൂത്ത് വരട്ടെ. പൊടികളൊക്കെ മൂത്ത് വന്നു. ഇതിലേക്ക് വലിയൊരു തക്കാളി ഇട്ടാ. ഒരു 2 കറിവേപ്പില. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വരട്ടെ. ഇതിലേക്ക് വാളമ്പുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി വേകട്ടെ. പുളി കിടന്നിട്ട് നമുക്കിതൊന്ന് വേകട്ടെ. അപ്പോഴേക്ക് തേങ്ങ അരച്ചിട്ട് വരാം കേട്ടോ. ഒരു ചെറിയ മുറി തേങ്ങ നന്നായി അരക്കണം. നല്ല മഷി പോലെ അരച്ചിട്ട് വരാം. നമ്മുടെ കയ്പ്പയ്ക്ക വെന്താൻ നോക്കാം. നന്നായി വെന്തുട്ടാ. നല്ല പുളി കിടന്നിട്ട് നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ജാറ് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. നമ്മുടെ കറി തിളച്ചു കേട്ടോ. നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. ചീഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. കടുകിട്ട് കൊടുക്കാം. 5-6 ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില. ഇത് നന്നായി മൂത്ത് വരട്ടെ. ഒഴിച്ച് കൊടുക്കാം.
സൂപ്പർ കറിയാണ് കേട്ടോ. ഇതാരും കഴിക്കാത്തവരും കഴിക്കുന്നുണ്ടോ, നല്ല കുറുകി കണ്ട, നല്ല പുളി കിടന്നിട്ട്. ഞാനടക്കം കഴിക്കും. കഴിക്കാത്തവർ വെച്ച് നോക്ക്. ഏട്ടൻ്റെ വണ്ടി ഇന്നലെ പഞ്ചറായിട്ടാ. അതൊരു അതിലൊരു സ്ക്രൂ റോട്ടിൽ നിന്ന് കയറിയതാണ്. ഇന്നലെ ഞങ്ങൾ ടൗണിൽ പോകുമ്പോൾ പകുതി വെച്ചിട്ട് അങ്ങനെ കയറി. ഞങ്ങൾ എന്നിട്ട് നടന്നു 2 കിലോമീറ്റർ ഈ വണ്ടി ഉരുട്ടിയിട്ട്. ഇന്നലത്തെ ഒരു അവസ്ഥ ഒന്നും പറയണ്ട. നല്ല കഷ്ടകാലത്തിന് അങ്ങനെ കിട്ടി ഞങ്ങൾക്ക്. ഞായറാഴ്ച ടൗണിൽ പോയതാണ്. ഇന്നിപ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരുമെന്നറിയില്ല. 2 ആളിനെ വിളിച്ചിട്ടുണ്ട്. ഒരാൾ വരും പറഞ്ഞു. കണ്ട അതിൽ ആണി, വലിയ ആണിയാണേ. ഇവിടെ എടുത്തിട്ടില്ല, കാണണ്ട. വേണ്ട എടുത്തപ്പോൾ പോകും കാറ്റ്. പാവം ഞങ്ങളുടെ സ്വന്തം വണ്ടി. വല്ലാത്തൊരവസ്ഥയാണിത്. ഇപ്പോൾ നേരെയൊക്കെ വരും. കടുക് പൊട്ടട്ടെ. മണിപ്പയർ ഉപ്പേരി വെക്കണം കേട്ടോ. എന്നാലും നേരാക്കി വെച്ചോ. അതെ, ഞാൻ രാത്രി നേരാക്കി വെക്കാം. ഉള്ളി ചേർത്ത് ഇച്ചിരി കറിവേപ്പില. ഉള്ളി വാടട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. കുത്തുമുളക് പൊടിച്ചില്ല കേട്ടോ. നേരമില്ല. മുളക് പൊടിയിൽ ഇട്ട് കൊടുക്കാം. പഞ്ചർ ഒട്ടിക്കാൻ പോയിട്ട് അച്ഛൻ വന്നോളൂ. പഞ്ചർ ഒട്ടിക്ക് അങ്ങോട്ട് പോയിട്ടാണ്. കണ്ട നമ്മുടെ മണി മാത്രമേ ഉള്ളൂ. 1-2 പയറുണ്ട്. മൊത്തം മണിയായില്ലോ. മൊത്തം മണിയാണ്. ഇതിലും വരെ വെള്ളത്തിറക്കി പറഞ്ഞാൽ പോരാ. ഉപ്പിട്ട് കൊടുക്കാം. ഇടയിൽ കൂടെ പച്ചക്കറി. വെള്ളപ്പാൽ പേരിനോട് പറഞ്ഞാൽ മതിയായിരുന്നു. വേഗട്ടെ. വാഴ പൊട്ടിക്കണോട്ടോ. മഴയ്ക്ക് ഒരെണ്ണം ചരിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്താ മൂർച്ചയില്ലാന്ന്. ഇതിൻ്റെ അടിയിൽ മണ്ണൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് പഴക്കോന്ന് വണ്ടങ്ങൾ വീണു. അളക്കുവലിൻ്റെ മേലെ കൂടെ പോണി. എന്താ സ്റ്റൈല്? വാഴ ആ വാഴ ഈ വാഴ 2 വാഴ പൊട്ടി. അപ്പോൾ വാഴ 2. ഞങ്ങൾ കൈപ്പയ്ക്ക കറി കൂട്ടി ചോറിനിട്ടോ. ഉണക്കമീൻ വറുത്തുണ്ട്, മുള്ളമീൻ. അങ്ങനെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം വെച്ച് നോക്കണം. അപ്പോൾ ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ.